മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട 36 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. വിവരങ്ങളുമായി വയനാട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനൂപ് KR ചേരുകയാണ്. അനൂപ്, ഈ ശരീരഭാഗങ്ങൾ ലഭിച്ചവരുടെയും പിന്നെ തിരിച്ചറിയാതെ അടക്കം ചെയ്തവരുടെയും ഒക്കെ DNA പരിശോധനയാണോ ഇപ്പോൾ തിരിച്ചറിഞ്ഞവയിൽ പെടുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 36 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞതായാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. 17 മൃതദേഹങ്ങളും 56 ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 73 സാമ്പിളുകളാണ് ഈ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച DNA സാമ്പിളുമായി ഇപ്പോൾ ക്രോസ് യോജിച്ചത്. ഒരാളുടെ തന്നെ ഒന്നിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായി പരിശോധനയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് ഈ പരിശോധനകൾ നടത്തിയത്. ഈ ദുരന്തത്തെ തുടർന്ന് ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അത് ശരീരഭാഗങ്ങളൊക്കെ സംസ്കരിക്കുന്നതിനും DNA പരിശോധനയ്ക്കും ഉള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും ഒരു പ്രോട്ടോകോൾ സംബന്ധിച്ച് സർക്കാർ ആ വിധത്തിലൊരു മാനദണ്ഡം പുറത്തിറക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിൽ DNA പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചത്. ഈ അവകാശികളില്ലാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകി സംസ്കരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ 36 പേരെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിലാസവും മറ്റു വിശദാംശങ്ങളുമെല്ലാം ജില്ലാ ഭരണകൂടം ശേഖരിച്ചിട്ടുണ്ട്. ഈ DNA പരിശോധന പുറത്തു വന്നാൽ ഉണ്ടാവുന്ന ഒരു ആവശ്യങ്ങൾ അത് അവകാശികൾക്ക് തിരികെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയെങ്കിൽ അതിന് ആവശ്യമായ ഒരു അപേക്ഷ ഡിവിഷണൽ മജിസ്ട്രേറ്റ് അതായത് മാനന്തവാടി സബ് കളക്ടർക്ക് നൽകിയാൽ അത് പുറത്തെടുക്കുന്നതിനും കൈമാറുന്നതിനും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് അധികാരം നൽകിയിട്ട് കൂടിയുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ DNA പരിശോധനകൾ മൂലം പരിശോധന പുറത്തു വന്ന് അത് ബന്ധുക്കളുടെ നിന്ന് സ്ഥിരീകരിച്ചു. ഈ തിരിച്ചറിയാതെ അടക്കം ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെയും അവരുടെ DNA കോഡ് അടക്കമായിരുന്നു അന്ന് സംസ്കാരം നടത്തിയിരുന്നത്. അതുകൊണ്ട് അത് വളരെ എളുപ്പമാകും അല്ലേ? അതെ. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാതെ ലഭിക്കുന്ന മൃതദേഹ ശരീര ഭാഗങ്ങൾ DNA സാമ്പിളുകൾ ശേഖരിച്ചാണ് ഈ പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച അവിടെ സംസ്കരിച്ചത്. പിന്നീടാണ് DNA പരിശോധനകൾ പുറത്തു വന്നത്. ഈ DNA പരിശോധനകൾ പുറത്തു വന്നാൽ സ്വാഭാവികമായും ബന്ധുക്കൾക്ക് അവ സംസ്കരിക്കുന്നതിന് മറ്റുമായി ചിലപ്പോൾ പുറത്തിറക്കേണ്ട സാഹചര്യമെല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഡിവിഷണൽ മജിസ്ട്രേറ്റിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപേക്ഷ ഈ ബന്ധുക്കൾക്ക് നൽകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അങ്ങനെ അപേക്ഷ നൽകിയാൽ അത് കൈമാറുന്നതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് അധികാരം ജില്ലാ അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള അധികാരം നൽകിയിട്ടുണ്ട്. ഈ സംബന്ധിച്ചുള്ള അവർക്ക് അത് പുറത്തെടുക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ സംസ്കരിക്കുകയോ ചെയ്യുന്നതിനുള്ള ആവശ്യമുണ്ടായാൽ അതിനായിട്ടുള്ള സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും നിലവിൽ സംസ്കരിച്ച സ്ഥലത്ത് തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ബന്ധുക്കൾക്ക് അതിനുള്ള സൗകര്യവും അവിടെ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചയാളുടെ പേരും മറ്റു വിശദാംശങ്ങളും ഉപയോഗിച്ച് തിരിച്ചറിയൽ അടയാളങ്ങൾ സ്ഥാപിക്കാൻ ബന്ധുക്കളെ ഈ ഘട്ടത്തിൽ ആ സ്ഥലത്ത് അനുവദിക്കുമെന്നും ജില്ലാ കളക്ടർ ഇപ്പോൾ പുറത്തിറക്കിയ പറയുന്നുണ്ട്. ഏതായാലും വലിയൊരു ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയപ്പെടാത്ത നിരവധി മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹഭാഗങ്ങൾ പുത്തുമലയിലെ സംസ്കരിച്ച സ്ഥലത്ത് ഉണ്ട്. അത് സംബന്ധിച്ചൊരു വ്യക്തത ഇതിൽ വരുന്നു എന്നുള്ളതാണ്. 36 പേരെയാണ് 73 സാമ്പിളുകളാണ് ശേഖരിക്കുകയും ക്രോസ് മാച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതിൽ 36 പേരെ കൂടി ഈ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞതാണ് ഏതായാലും ഇപ്പോൾ ജില്ലാ ഭരണകൂടം പറയുന്നത്. തുടർന്നും ഈ DNA പരിശോധനകൾ ക്രോസ് മാച്ച് ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയുമാണ്. അതുപോലെ തന്നെ അനൂപ്, ഈ ബാക്കി ഇനിയുള്ളത് 73 ഈ 36-ന് ശേഷമുള്ള 73-ലെ മറ്റുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും അല്ലേ? ഉണ്ട്. അതായത് ഇനിയും DNA ക്രോസ് മാച്ചിങ് നടന്നു വരികയാണ്. ഇപ്പോൾ തിരിച്ചറിയപ്പെടാതെ സംസ്കരിച്ച മൃതദേഹങ്ങൾ സംബന്ധിച്ച് ആ സ്ഥലത്ത് ഉണ്ടല്ലോ. അതായത് നിലവിൽ തന്നെ അവിടെ ഈ 200-ലധികം മൃതശരീര ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് പലതും തിരിച്ചറിയപ്പെടാത്തതാണ്. ആ ഘട്ടത്തിലാണ് അത് പുത്തുമലയിലെ ഈ പ്രത്യേകം സജ്ജീകരിച്ച ശ്മശാനത്തിൽ സംസ്കരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത, അതായത് DNA പരിശോധനയുടെ ഫലം വരുന്നതോടുകൂടി വ്യക്തത വരും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. മാത്രമല്ല, ഈ DNA പരിശോധനയും അറിയും എന്നുള്ളത് ഏറ്റവും വ്യക്തമാക്കേണ്ടത്. കാരണം ഒരു വ്യക്തിയെപ്പോലും തിരിച്ചറിയാതെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ പോയി മണ്ണിടിച്ചിലുണ്ടായി തിരിച്ചെടുക്കാനാകാതെ പതറുന്ന ഭരണകൂടങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാലത്താണ് ഇത്ര വലിയ ദുരന്തം ഇത്ര വളരെ ക്രമമായി തന്നെ വളരെ ചിട്ടയായി തന്നെ അതിനെ സമീപിച്ചത്. അതിനുള്ള ആദരവ് പുലർത്തി തന്നെയാണ് ഓരോ ഘട്ടത്തിലും കടന്നുപോയത് എന്നതുകൂടിയാണ് ഈ DNA പരിശോധന 36 എണ്ണം പുറത്തെത്തുകയും അതുവഴി ആൾക്കാരെ തിരിച്ചറിയുകയും ചെയ്യുന്നൊരു സംവിധാനത്തിലൂടെ നാം ബോധ്യമാകേണ്ടത്. അനൂപ്, തീർച്ചയായും അത് ഈ ദുരന്തത്തിന് ശേഷം
ഈ വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന്റെ കൂടി വിജയമാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടി വരും. ശരിയാണ്. അനൂപാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.